വയനാട് മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ സർപ്രൈസിംഗ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇപ്പോൾ ഏറെ തിരക്കിലാണ്. ഒരു പ്രത്യേക ദൗത്യമാണ് സുരേന്ദ്രനെ കേന്ദ്ര ബി.ജെ.പി ഏൽപ്പിച്ചിരിക്കുന്നത്. വയനാട്ടിൽ ജയിക്കണമെന്നോ ഭൂരിപക്ഷം കൂട്ടണമെന്നോ ഒന്നുമല്ല കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യം. വയനാട്ടിൽ മത്സരിക്കുന്ന വി.വി.ഐ.പി സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ വയനാട്ടിനുള്ളിൽ തളച്ചിടണം. രാഹുലിനെ വയനാട്ടിന് പുറത്തു പോകാൻ അനുവദിക്കരുത്. അത്ര കണ്ട് തകർക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളായിരിക്കണം അവിടെ കെ സുരേന്ദ്രൻ നടത്തേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ ശ്രദ്ധയിലെത്തിയ വയനാട് മണ്ഡലത്തിൽ അങ്ങനെ ബി.ജെ.പിക്ക് പോരാടാൻ സംസ്ഥാന അധ്യക്ഷനെ നിയോഗിച്ചതോടെ ബി.ജെ.പി ഉദ്ദേശിക്കുന്നത് ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിക്കെതിരെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ തങ്ങൾ മത്സരത്തിനിറക്കി എന്ന് ഉത്തരേന്ത്യയിലടക്കം ബി.ജെ.പിക്ക് വിളിച്ചു പറയാം. മറ്റൊന്ന്, തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണ NDAയുടെ സ്ഥാനാർത്ഥിയായി BDS-ന്റെ സ്ഥാനാർത്ഥിയായി 1,00,000 വോട്ടുകൾ പോലും പിടിക്കാത്ത വയനാട് മണ്ഡലത്തിൽ ഇത്തവണ സുരേന്ദ്രന്റെ ഭൂരിപക്ഷം കൂട്ടണം. അങ്ങനെ സംഭവിച്ചാൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതുപോലെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തളച്ചിടുകയും തന്റെ വോട്ടിംഗ് നില മെച്ചപ്പെടുത്തുകയും ചെയ്താൽ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത് ഒന്നുകിൽ പാർട്ടി ദേശീയ ഘടകത്തിലെ ഒരു ഉന്നത പദവി, അല്ലെങ്കിൽ രാജ്യസഭാ അംഗത്വം, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി പദം. ഇതൊക്കെയാണ് കെ സുരേന്ദ്രന് വയനാട് മത്സരിക്കാനായി ബി.ജെ.പി കേന്ദ്ര ഘടകം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ. കാരണമുണ്ട്. താൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് UDF-ലെ മിക്ക MP-മാരും തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ബി.ജെ.പിയിൽ നിന്നും ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ച ഒരേയൊരു നേതാവ് കെ സുരേന്ദ്രനാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല, പാർട്ടിയെ NDA കൺവീനറായി ബി.ജെ.പി അധ്യക്ഷനായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് സുരേന്ദ്രൻ അന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സുരേന്ദ്രനെ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും ആനി രാജയും വയനാട്ടിലെ വിസിറ്റിംഗ് വിസക്കാരും തൻ്റേത് സ്ഥിരം വിസയുമാണെന്ന മുനവച്ച പരാമർശവുമായാണ് സുരേന്ദ്രൻ വയനാട്ടിലേക്ക് എത്തുന്നത്. സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഭാരിച്ച ഉത്തരവാദിത്തമാണ് താൻ ഏറ്റെടുക്കുന്നത്. കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ, എതിരാളി ആനി രാജയ്ക്കെതിരെ ശക്തമായ ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ് എൻ്റെ ലക്ഷ്യം. തനിക്ക് വ്യക്തിപരമായി ഏറെ ബന്ധമുള്ള മണ്ഡലമാണ് വയനാട്. തൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് തന്നെ വയനാട്ടിലാണ്. വയനാട്ടിലെ യുവമോർച്ച പ്രസിഡന്റായാണ് താൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. തീർച്ചയായും ഇത് എൻ്റെ മണ്ണാണ്. ബാക്കി 2 സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ്. എനിക്ക് ഇവിടെ വയനാട്ടിൽ പെർമനന്റ് വിസയാണുള്ളത്. പാർട്ടിയുടെ മുഴുവൻ കരുത്തുമെടുത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ സഖ്യത്തിനുമെതിരെ പോരാടും. ഇതൊക്കെയാണ് കെ സുരേന്ദ്രന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും. എന്തായാലും ഇനി കെ സുരേന്ദ്രന് വയനാട്ടിൽ ആനി രാജയ്ക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഒരേ തരത്തിൽ, ഒരേ ലെവലിൽ, ഒരേ കരുത്തിൽ പോരാടേണ്ടി വരും. അപ്പോഴാണ് ആരോ സുരേന്ദ്രനെ ഓർമ്മിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ NDAയ്ക്കായി BDS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. അന്ന് തുഷാർ നേടിയ വോട്ടുകൾ വെറും 78,816 വോട്ടുകൾ. 2014 80,712 വോട്ട് ലഭിച്ച സ്ഥാനത്താണ് NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വോട്ട് കുറഞ്ഞത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇതിലും കൂടുതൽ വോട്ടുകൾ നേടുക, തൻ്റെ ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കെ സുരേന്ദ്രന്. വയനാട്ടിലെ വോട്ടർമാർക്കിനി രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വരുന്നില്ല, സ്ഥാനാർത്ഥിയെ എത്തിയ രാഹുൽ ഗാന്ധിയെ മണ്ഡലത്തിൽ പ്രചരണത്തിന് കാണുന്നില്ല എന്നൊക്കെ പറയുന്നതിനൊപ്പം മറ്റൊന്നുകൂടി പറയാം. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും മണ്ഡലത്തിൽ അങ്ങിങ്ങായി കാണുന്നില്ല എന്ന്. കാരണം സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കെ സുരേന്ദ്രന് യാത്ര ചെയ്യേണ്ടി വരും, പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും വയനാടിനെ തൻ്റെ അതിഥി മണ്ഡലമായി രാഹുലിനെ പോലെ തന്നെ സുരേന്ദ്രനും കണക്കാക്കേണ്ടി വരും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന ബി.ജെ.പിയുടെ അധ്യക്ഷ പദവി കെ സുരേന്ദ്രൻ ഒഴിയുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള ബി.ജെ.പിക്ക് വെറും 8% താഴെ മാത്രം വോട്ട് വീതമുള്ള വയനാട് മണ്ഡലത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ തന്നെ ബി.ജെ.പി നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്.